ലെമൺ ഡേറ്റ്സ് പിക്കിളില്ലാതെ എന്ത് ബിരിയാണി അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. നാരങ്ങയ്ക്കകത്തുള്ള വൈറ്റമിൻ സി ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നാരങ്ങ ഞാൻ ഒട്ടും ചൂടാക്കാതെയാണ് ഈ അച്ചാർ ഇടുന്നത്. അപ്പം വേഗം നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ ഞാൻ കുറച്ച് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളം തുടച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഒരു 10-15 നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കുപ്പി നിറച്ച് അച്ചാർ ഇടാനുള്ളതുണ്ട്. ഇതിൻ്റെ കൂടെ ഡേറ്റ്സും കൂടെ വരില്ലേ, അപ്പോൾ വലിയൊരു കുപ്പിക്കുള്ളതുണ്ട് ഇത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാവേ. ഇപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ളതായതുകൊണ്ട് ഒരു 8 പീസ് ആക്കുന്നുണ്ട് ഇത്. നമ്മൾ മുറിക്കുന്ന സമയത്ത് ഇതിനകത്തെ കുരുവൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കണേ. അപ്പോൾ അച്ചാറിടുമ്പോൾ ആ അച്ചാറിനകത്ത് പെടില്ല, അല്ലെങ്കിൽ ഓരോന്നും നമ്മൾ പെറുക്കി മാറ്റേണ്ടി വരും കഴിക്കുന്ന സമയത്ത്. ഇപ്പം ഞാനിത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുരു സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലെടുക്കണം, ഒട്ടും വെള്ളമയം ഉണ്ടാവരുത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും നാരങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1.25 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊരു 8-9 നാരങ്ങയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നാരങ്ങ പച്ചക്ക് അരിഞ്ഞ് ഇതുപോലെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് ഇതിരിക്കും. നമുക്ക് എപ്പം വേണമെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇൻസ്റ്റൻ്റായിട്ട് അച്ചാറിടാം. ഇങ്ങനെ ഇടുമ്പോൾ ബോട്ടിൽ നിറച്ചിടരുത്, ബോട്ടിലിനകത്ത് ഗ്യാപ്പ് ഉണ്ടാവണം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വെക്കണം. ഇതൊരു 20 ദിവസം 25 ദിവസം വരെ വെക്കാം നമുക്ക് പുറത്ത് തന്നെ. എന്നിട്ട് എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് കുലുക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇതൊരു 20 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് വേണം അച്ചാറിടാനായിട്ട്. നേരത്തെ ഞാൻ ഇട്ട് വെച്ച നാരങ്ങയ്ക്കകത്താണ് ഇപ്പോൾ അച്ചാറിട്ട് കാണിക്കാൻ പോണത്. ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആദ്യം ഇടുന്നത്. പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ആദ്യമേ തന്നെ കൂടുതൽ ഇടണ്ടേ, കാരണം നമ്മൾ നാരങ്ങയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതും കൂടെ നോക്കിയിട്ട് ഉപ്പിടാവുള്ളേ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികൾ എണ്ണയിലിടുമ്പോൾ കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കലക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് പൊടിയെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് കലക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സിനടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത്രയൊന്ന് കലക്കിയെടുത്ത് വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 1-2 കുടം വെളുത്തുള്ളി, ഇതുപോലെ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ചെറുതാണെങ്കിൽ അത് വെടിയിട്ടാൽ മതി. ഇതിപ്പം വലുതായതുകൊണ്ട് ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി ഒരു 8-10 ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുരുവൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ കഴുകിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരു മാറ്റി അതിൻ്റെ ഉൾവശം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണേ. അതുപോലെ എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. അച്ചാറുകൾ എപ്പോഴും നല്ലെണ്ണയ്ക്കകത്ത് ഇടുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കടുക് വറക്കേണ്ടവർക്ക് കടുക് വറുത്തെടുക്കാം. ഞാൻ ഈ അച്ചാർ ഇടുമ്പോൾ കടുക് വറക്കാറില്ല. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടങ്ങ് വഴറ്റി എടുക്കുകയുള്ളൂ. ആദ്യം ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, കാരണം ഇഞ്ചിക്ക് കുറച്ച് വെള്ളമയം കൂടുതലുണ്ടല്ലോ. ഇഞ്ചിയിലെ വെള്ളം ചെറുതായിട്ടൊന്ന് വലിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കറിവേപ്പില ചേർക്കേണ്ടവർക്ക് അതും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് കറിവേപ്പില ഇടുന്നില്ല. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്തു. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാനേ. കറിവേപ്പില ഇടുന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിക്കൊപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കളർ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഒരുപാട് ബ്രൗൺ നിറം ആക്കി എടുക്കണ്ട, ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയൊന്നും ആയാൽ മതി, ഒരുപാട് അങ്ങ് മുപ്പിക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണയും മസാലയും കൂടെ സെപ്പറേറ്റ് ആകുന്നിടം വരെ ഇത് മൂപ്പിച്ചെടുക്കാവേ. നല്ല ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നാകും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 2 പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉലുവ പൊടിച്ചതും കായപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. ഉലുവ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. കായം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്, കായത്തിന് പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ടേസ്റ്റിനനുസരിച്ച് വേണം കായം ചേർക്കാനായിട്ട്. ഉലുവയും കായവും വെള്ളത്തിനകത്ത് കലക്കി വെക്കേണ്ട, അത് നേരിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇല്ല, ചിലപ്പോൾ അത് വെള്ളത്തിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ കഴിച്ചെന്നിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ഓയിലും മസാലയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് ഡേറ്റ്സ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഡേറ്റ്സ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. വെള്ളത്തിന് കൃത്യമായിട്ടുള്ള അളവൊന്നും പറയാനില്ല. ഈ ഡേറ്റ്സ് വെന്ത് വരുന്ന അനുസരിച്ച്, നിങ്ങളെടുക്കുന്ന ഡേറ്റ്സ് കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഡേറ്റ്സ് കുറവാണ് എടുക്കുന്നതെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. വെന്ത് നല്ലപോലെ അത് കുഴഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്ത് വെക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം അതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തണുത്തിരിക്കുന്നതാണ്, ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നാരങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാം.
ഞാനിവിടെ നേരത്തെ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചത് നല്ലപോലെ അലുത്തിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ട്, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. ഈ ഒരു ഭാഗം മുതലുള്ളത് ഇപ്പം എൻ്റെ കയ്യിൽ വീഡിയോ ഉള്ളത്, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ആ നാരങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് അലുത്തായിരിക്കുന്നത്. ഇത് ഞാൻ ഇട്ട് വെച്ചിട്ട് ഒരു 8 മാസത്തോളമായി. നേരത്തെ ഞാൻ ഇട്ട് വെച്ചിരുന്നതായിരുന്നു, അതെനിക്ക് അച്ചാറിടാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഈ ഒരു നാരങ്ങ നമ്മുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണ്. ചെറിയൊരു നാരകമുണ്ട്, അതിൽ ഉണ്ടായ നാരങ്ങയാണ്. ഒരു 10-40 നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഞാൻ കുറേശ്ശെ ഇതുപോലെ ഇട്ട് വെച്ചിരുന്നു. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കണം ഉപ്പും മധുരവും എരിവും ഒക്കെ. എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി അല്പം ചൂടാക്കിയിട്ട് ഇനി ഇടാവുള്ളേ. ഡേറ്റ്സിൻ്റെ ഈ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചത് നല്ലപോലെ ആറിയതിന് ശേഷം മാത്രമേ ഈ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളേ. ഒട്ടും ചൂടുണ്ടാവരുത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവും പുളിയും മധുരവും എല്ലാം പാകത്തിനുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ്. ഇപ്പം നമുക്ക് കയ്യോടെ തന്നെ ഇത് ഒരു ബോട്ടിലിലേക്ക് പകർത്താം, കാരണം നന്നായിട്ട് തണുത്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു ബോട്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് പുറത്ത് അധികം ദിവസം വെച്ചേക്കാൻ കൊള്ളില്ല ഈ അച്ചാർ. ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണം ഇത്. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച അച്ചാർ ഒരു 2 വർഷത്തോളം ഉപയോഗിച്ചതാണ്. ഈ ബോട്ടിൽ ഇപ്പോൾ കാലിയാകാറായേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയത്. കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. ഇത് തീരുന്നതിന് മുന്നേ തന്നെ അടുത്ത് ഇട്ടേക്കാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ ഒരു ബോട്ടിൽ നിറയെ ഉണ്ടായിരുന്നു. 2 വർഷത്തോളം ഉപയോഗിച്ചു. ബിരിയാണിക്ക് മാത്രമേ ഇത് എടുക്കാറുള്ളൂ. ഇതുണ്ടാക്കിയിട്ട് ഒരാഴ്ചത്തേക്കൊക്കെ പുറത്തിരുന്നാൽ കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ വെക്കണം. ഇത്രയും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ അത് പുറത്തേക്ക് വെച്ചേക്കാതിരിക്കുമായിരിക്കും നല്ലത്. ബോട്ടിലെടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ വെയിലത്തോ അല്ലെങ്കിൽ മൈക്രോവേവിലോ എവിടെയെങ്കിലും വെച്ച് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അവിടെ. അപ്പോൾ ഈ ഒരു അച്ചാർ ഇടുമ്പോൾ കഴിവതും നാരങ്ങ ചൂടാക്കാതെ ഇടാനായിട്ട് ശ്രമിക്കണം, കാരണം വൈറ്റമിൻ സി വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ. അപ്പോൾ പെട്ടെന്നൊക്കെ അച്ചാർ ഇടാനാണെങ്കിൽ ആവിയിൽ നാരങ്ങ വേവിച്ചെടുത്തിട്ട് ഇട്ടാൽ കുഴപ്പമില്ല, അത്രയും പോവില്ല. പക്ഷെ നമ്മൾ നല്ലപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ വൈറ്റമിൻ സി നഷ്ടപ്പെടും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.